ഈ കാണുന്നത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ പയർ കൃഷിയിൽ നിന്ന് എടുത്തു വെച്ച കുറച്ച് പയറാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വിത്തെടുക്കാൻ വേണ്ടിയാണ് ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇനം ഏതാണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഇതിനകത്ത് നല്ല നീളമുള്ള പയർ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് നാടൻ പയറാണ്, അല്ലാതെ നമ്മൾ ലോക്കലായിട്ടൊരു കടയിൽ നിന്ന് മേടിച്ച പയറാട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചത് ഇതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ വിത്തുകൾ. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് മൊത്തം നമ്മൾ ഇതിനകത്തുനിന്ന് വിത്തെടുത്തിട്ടുണ്ട്. ഇപ്പം കാണിക്കാം. ഇത് ഏകദേശം ഇത്രയും വിത്ത് നമ്മൾ ഇതിനകത്തുനിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളത് ഫേസ്ബുക്കിൽ കൂടെ കാണുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം കേട്ടോ. അപ്പം കാര്യത്തിലിട്ട് കിടക്കാം. അപ്പോൾ ഈ പയറിനകത്ത് നമ്മൾ നല്ല പയറും മോശം പയറും തിരിച്ചറിയാനായിട്ട് ഏത് വിത്താണെങ്കിലും, പയറെന്നല്ല ഏത് വിത്താണെങ്കിലും നമുക്ക് അങ്ങനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ വെള്ളത്തിലോട്ട് ഇടുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഒരു കപ്പിനകത്ത് വെള്ളം എടുത്തുകൊണ്ട് ആ വെള്ളത്തിൽ നമ്മൾ ഇതിട്ടാൽ മതി. ഇതാ കാണിക്കാവേ. ഇതുപോലെ നമ്മൾ ഇടുകയാണെങ്കിൽ നല്ല പയർ, നല്ല വിത്തുകൾ താഴ്ന്നു നിൽക്കും. ഈ പതിര് പയറുകളൊക്കെ നമുക്ക് മേടി വരും. അപ്പോൾ ഇതിനെ എടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ നല്ല നോക്കണം കൃഷി ചെയ്യാനായിട്ട്. അപ്പം മേളിൽ നിൽക്കുന്ന പയർ നമ്മൾ ഇതിനകത്തുനിന്ന് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ കാണിക്കാം. ഇതുണ്ട്, ഈ പൊങ്ങിക്കിടക്കുന്ന പയറുണ്ടോ, ഇതിനകത്ത് ചിലപ്പം ഇച്ചിരി അസുഖമുള്ള പയർ, അതായത് എന്തെങ്കിലും കീടം ആക്രമിച്ച പയർ, എന്തെങ്കിലും കുഴപ്പമുള്ള പയറുകളൊക്കെയാണ് ഈ മേളിൽ പൊങ്ങി നിൽക്കുന്നത്. പൊങ്ങ് പോലെ നിൽക്കും, ഇതിൻ്റെ അകത്തൊന്നും കാണില്ല. താഴെ കാണുന്ന മുങ്ങിക്കിടക്കുന്ന പയറല്ലേ, ആ പയറിനകത്ത് നല്ല രീതിയിൽ ഇത് കുഴിച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമുക്കിനകത്ത് പയർ ചെടികളുണ്ടാകത്തുള്ളൂ. അപ്പം ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പയറിൻ്റെ വിത്ത് എന്നല്ല ഏതൊരു വിത്ത് മേടിക്കുമ്പോഴും നമ്മൾ ഈ രീതിയിൽ നമുക്ക് പയർ നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് നല്ലത് മാത്രം എടുത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അപ്പം അതിനുശേഷം ഞാൻ ഈ പയർ ഇപ്പം ഒരു നനഞ്ഞ തോർത്തുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന തോർത്തിനകത്തോട്ട് മാറ്റുക കേട്ടോ. ടിഷ്യൂ പേപ്പർ ഉള്ളവർ ടിഷ്യൂ പേപ്പറിനകത്തോട്ട് പൊതിഞ്ഞ് വെച്ചാലും മതി. ഇപ്പം ഞാനിങ്ങനെ ഇത് മാറ്റി വെക്കുക. ഇത് തൽക്കാലം എനിക്കൊന്ന് ഉണക്കിയെടുക്കണം, പെട്ടെന്ന് തോർത്തിയെടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ബാക്കി അടുത്ത വീഡിയോയിൽ കേട്ടോ കാണാം. അപ്പം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഫേസ്ബുക്കിൽ കൂടെ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കാതെ ചെയ്യണേ. താങ്ക് യു.